കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 2025 ചോദിച്ചിട്ടുള്ള 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ്: ABC ലിമിറ്റഡ് ഈസ് മാനുഫാക്ചറിങ് 4 products. The following information related to a production period: particulars amount, direct material cost 27,000, direct labor cost 50,000, machine maintenance cost 15,000, test costing 9,000, store receiving 6,000, setup cost 9,200. Then next തന്നിട്ടുള്ളത് companies absorbing overhead cost to individual product on labor hours. How company is thinking to convert to ABC? Particulars W, X, Y, Z. Direct material 400, 600, 300, 500. Then testing hours 150, 300, 200, 250. Labor hours 1500, 5000, 2000, 4000. Number of production run 20, 25, 40, 30. Number of machine hours 700, 900, 400, 500. Requisition raised 20, 25, 15, 20. Calculate total cost of the product on the basis of traditional method followed by company and ABC. Okay, ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ABC മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ട്രഡീഷണൽ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ടും ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്തണം എന്നുള്ളതാണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കണ്ടെത്തണം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ABC മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ABC മെത്തേഡ് എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, അതേപോലെ ഡയറക്റ്റ് ലേബർ, മെയിൻ്റനൻസ് കോസ്റ്റ്, ടെസ്റ്റിംഗ് കോസ്റ്റ്, സെറ്റപ്പ് കോസ്റ്റ്, സ്റ്റോർ റിസീവിങ്, ഇത്രയുമാണ് ആക്ടിവിറ്റീസ് വരുന്നത്. ദെൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോസ്റ്റ് ഡ്രൈവർ നമ്മൾ കൊടുക്കുന്നു നെക്സ്റ്റ് കോളത്തിൽ. ഡയറക്റ്റ് മെറ്റീരിയൽ ആകുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഡയറക്റ്റ് ലേബർ ആകുമ്പോൾ ലേബർ ഹൗസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് മെഷീൻ ബേസ് ചെയ്തുകൊണ്ടാണ്, ടെസ്റ്റിംഗ് കോസ്റ്റ് ആകുമ്പോൾ ടെസ്റ്റിംഗ് ഹവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, സെറ്റപ്പ് കോസ്റ്റ് നമ്പർ ഓഫ് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, സ്റ്റോർ റിസീവിങ് റിക്വസിഷൻ റേസ്ഡിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് കോസ്റ്റ് ഡ്രൈവർ ഏതാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കോളത്തിൽ കാണിക്കുന്നത് കോസ്റ്റാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്ന കോസ്റ്റാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ 27, 50,000 ഡയറക്റ്റ് ലേബർ, 15,000 മെയിൻ്റനൻസ് കോസ്റ്റ്, ടെസ്റ്റിംഗ് കോസ്റ്റ് 9,000, സെറ്റപ്പ് കോസ്റ്റ് 9,200, ദെൻ സ്റ്റോർ റിസീവിങ് 6,000. ദെൻ അടുത്ത കോളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ആണ്. അതായത് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കാണുന്നത് നമ്മുടെ കോസ്റ്റ് എത്രയാണോ, നമ്മുടെ കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയായിരുന്നു? 27,000 ആണ്. ഡിവൈഡഡ് ബൈ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന ഓവർഹെഡ് അബ്സോർപ്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കേസിൽ W 400 പ്ലസ് X 600 പ്ലസ് ദെൻ Y 300 പ്ലസ് ദെൻ Z 500. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 1800 ആണ്. ഇപ്പോൾ 27,000 ഡിവൈഡ് ബൈ 1800 കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. എത്ര കിട്ടും? നമുക്ക് 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ W, X, Y, Z ഇതിൻ്റെ എന്താണ് ഓരോന്നിൻ്റെയും കോസ്റ്റാണ് കണ്ടെത്തുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ അവിടെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന അബ്സോർപ്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 400 ആണ്. ഈ 400 ഇൻറ്റു എന്ത് കാണണം? 15 കാണണം. 400 ഇൻറ്റു 15 കണ്ടു കഴിഞ്ഞാൽ 6,000 എന്ന് കിട്ടും. അടുത്തത് എക്സിൻ്റെത് വരുന്നത് എത്രയാണ്? 600 ആണ്. 600 ഇൻറ്റു 15 കാണണം. ഇപ്പോൾ 600 ഇൻറ്റു 15 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 9,000 എന്ന് കിട്ടും. 9,000. ദെൻ നെക്സ്റ്റ് വരുന്നത് വൈയുടെ വരുന്നത് 300 ആണ്. 300 ഇൻറ്റു 15 കണ്ടു കഴിഞ്ഞാൽ 4,500 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് വരുന്നത് 500 ആണ്. ഈ 500 ഇൻറ്റു എന്ത് കാണുന്നു? 15 കാണുന്നു. അപ്പോൾ 7,500 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി എക്സിൻ്റെയും ഓരോന്നിൻ്റെ W, X, Y, Z ഓരോ പ്രൊഡക്റ്റിൻ്റെയും വരുന്നത്.
ഇനി ഡയറക്റ്റ് ലേബർ വരുന്നത് ടോട്ടൽ 50,000 ആണ് കോസ്റ്റ്. ഇതിനെ നമ്മൾ 50,000 ഡിവൈഡഡ് ബൈ ലേബർ ഹവേഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ലേബർ ഹവേഴ്സ് എന്ന് പറയുന്നത് 1,500 പ്ലസ് 5,000 പ്ലസ് 2,000 പ്ലസ് 4,000 ആണ്. ഇതിനെ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 12,500 എന്ന് കിട്ടും. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 12,500 കണ്ടു കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നിൻ്റെയും WXYZ ഇതിൻ്റെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് കാണാം. അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ലേബർ ഹവേഴ്സ് എന്ന് പറയുന്നത് 1,500 ആണ്. 1,500 × 4 കണ്ടു കഴിഞ്ഞാൽ 6,000 എന്ന് കിട്ടും Wയുടേത്. ഇനി അടുത്ത വരുന്നത് എന്താണ്, 5,000 ആണ്. 5,000 ഇൻറ്റു എന്ത് കാണുന്നു, 4 കാണുന്നു. അപ്പോൾ 20,000 എന്ന് കിട്ടും. ഇനി അടുത്ത വരുന്ന എത്രയാണ്, 2,000 ആണ്. 2,000 ഇൻറ്റു 4 കണ്ടു കഴിഞ്ഞാൽ 8,000 എന്ന് കിട്ടും. നെക്സ്റ്റ് വരുന്നത് എത്രയാണ്, 4,000 ആണ്. 4,000 ഇൻറ്റു 4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 16,000 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് ടോട്ടൽ വരുന്നത് എത്രയാണ്, 15,000 ആണ്. നമ്പർ ഓഫ് മെഷീൻ ആണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് മെഷീൻ അവർ 700, അതേപോലെ 900, അതേപോലെ 400, അതേപോലെ 500. ഓക്കെ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, 700, 900, 400, 500 ഇതിനെയൊക്കെ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എത്രയാണ്, 2,500 ആണ്. അപ്പോൾ ഇവിടെ 15,000 ഡിവൈഡ് ബൈ 2,500 നമുക്ക് എത്ര കിട്ടും, 6 എന്ന് കിട്ടും. ഈ 6 ആണ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് മെഷീൻ കോസ്റ്റിൻ്റെ കേസിൽ. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യണം, WXYZ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. അതായത് 700 ഇൻറ്റു 700 ഇൻറ്റു 6 700 ഇൻറ്റു 6 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഇവിടെ 4,200 എന്ന് കിട്ടും. ഇനി അടുത്ത വരുന്നത് എത്രയാണ്, 900 ആണ് വരുന്നത് മെഷീൻ അവർ. 900 ഇൻറ്റു 6 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 5,400 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്ന 400 ആണ്. 400 ഇൻറ്റു 6 കണ്ടു കഴിഞ്ഞാൽ 2,400 എന്ന് കിട്ടും. ഇനി അടുത്ത വരുന്ന എത്രയാണ്, 500 ആണ്. 500 ഇൻറ്റു 6 കണ്ടു കഴിഞ്ഞാൽ 3,000 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്ന ടെസ്റ്റിംഗ് കോസ്റ്റ് ആണ്. ടെസ്റ്റിംഗ് കോസ്റ്റ് ടെസ്റ്റിംഗ് ഹവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ ടെസ്റ്റിംഗ് കോസ്റ്റ് എത്രയാണ്, 9,000 ആണ്. ടെസ്റ്റിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് 150, 300, 200, 250 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 900 എന്ന് കിട്ടും. ഈ 9,000 ഡിവൈഡ് ബൈ 900 കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, നമുക്ക് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്ന് പറയുന്നത് 10. ദെൻ നെക്സ്റ്റ് നമ്മൾ WXYZ ഇതിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. 150 ആണ് ടെസ്റ്റിംഗ് ഹവേഴ്സ് വരുന്നത്. Wയുടെ കേസിൽ 150 ഇൻറ്റു 10 കണ്ടു കഴിഞ്ഞാൽ 1,500. ദെൻ എക്സിൻ്റെത് എത്രയാണ്, 300 ആണ് വരുന്നത്. 300 ഇൻറ്റു 10 കണ്ടു കഴിഞ്ഞാൽ 3,000. ദെൻ വൈയുടേത് 200 ആണ്. 200 ഇൻറ്റു 10 കണ്ടു കഴിഞ്ഞാൽ എത്ര വരും, 2,000 എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൈയുടെ സെഡിൻ്റെ വരുന്നത് 250 ആണ്. 250 ഇൻറ്റു 10 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 2,500 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന സെറ്റപ്പ് കോസ്റ്റ് ആണ്. സെറ്റപ്പ് കോസ്റ്റ് നമ്പർ ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റണ്ണിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ എന്ന് പറയുന്നത് 20, 25, 40, ദെൻ 30. ഓക്കെ, ഇതാണ് വരുന്നത്. ഇതിനൊക്കെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ 115 എന്ന് കിട്ടും. അപ്പോൾ 9,200 ആണ് കോസ്റ്റ് വരുന്നത്. ഇതിനെ 115 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 80 എന്ന് കിട്ടും കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ WXYZ ഇതിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. 80 ആണ് വരുന്നത്. അവിടെ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റൺ 20 ഇൻറ്റു 80 20 ഇൻറ്റു 80 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും, 1,600. ദെൻ നെക്സ്റ്റ് എക്സിൻ്റെ കേസിൽ വരുന്നത് എത്രയാണ്, 25 ആണ്. 25 ഇൻറ്റു 80 കണ്ടു കഴിഞ്ഞാൽ 2,000. ദെൻ നെക്സ്റ്റ് വരുന്നത് വൈയുടെ കേസിൽ എത്രയാണ്, 40 ആണ്. 40 ഇൻറ്റു 80 കണ്ടു കഴിഞ്ഞാൽ 3,200. ദെൻ സെഡിൻ്റെ കേസിൽ വരുന്നത് 30 ആണ്. 30 ഇൻറ്റു 80 കണ്ടു കഴിഞ്ഞാൽ 2,400 എന്ന് കിട്ടും. അടുത്ത വരുന്നത് സ്റ്റോർ റിസീവിംഗ് ആണ്. സ്റ്റോർ റിസീവിംഗ് റിക്വസിഷൻ റേസ്ഡ് ബേസ് ചെയ്തുകൊണ്ടാണ്. ടോട്ടൽ കോസ്റ്റ് വരുന്നത് 6,000 ആണ്. റിക്വസിഷൻ റേസ്ഡ് വരുന്നത് 20, 25, 15, 20 ഇത്രയുമാണ് വരുന്നത്. അതായത് ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 എന്ന് കിട്ടും. അതായത് 6,000 ഡിവൈഡ് ബൈ 80 കണ്ടു കഴിഞ്ഞാൽ 75 എന്ന് നമുക്ക് കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു, Wയുടെ റിക്വസിഷൻ റേറ്റ് 20 ആണ്. 20 ഇൻറ്റു 75 എത്ര വരും, 1,500 കിട്ടും. ഇനി അടുത്ത് വരുന്നത് എക്സിൻ്റെത് 25 ആണ്. 25 ഇൻറ്റു 75 കണ്ടു കഴിഞ്ഞാൽ
1875 എന്ന് കിട്ടും. നെക്സ്റ്റ് വരുന്ന 15 ആണ്. 15 ഇൻറ്റു 75 കണ്ടു കഴിഞ്ഞാൽ 1125. ദെൻ നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? 20 ആണ്. 20 ഇൻറ്റു 75 കണ്ടു കഴിഞ്ഞാൽ 1500. ഇങ്ങനെ ഡബ്ല്യൂയുടെ കോളം മൊത്തം ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ 20,800 കിട്ടും. എക്സിൻ്റെത് 41,275, വൈയുടെ 21,225, സെഡിൻ്റെ 32,000 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ABC ബേസ് ചെയ്തുകൊണ്ട് ABC മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റുകളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതേപോലെയാണ് ABC മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് പ്രകാരവും വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡ് പ്രകാരം വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡ് പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അതേപോലെ ഓവർ ഹെഡും, ഇത് 3 ഹെഡ് മാത്രമേ ഉണ്ടാകൂ. നേരത്തെ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആകുമ്പോൾ കുറേ ആക്ടിവിറ്റികൾ ഉണ്ടാകും. ഇവിടെ നമുക്ക് 3 ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ: ഡയറക്റ്റ് മെറ്റീരിയലും ലേബറും ഓവർ ഹെഡും. ഇനി ഇതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ ഡയറക്റ്റ് മെറ്റീരിയൽ ആകുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ തന്നെ, ഡയറക്റ്റ് ലേബർ ആകുമ്പോൾ ഡയറക്റ്റ് ലേബർ അവേഴ്സ് തന്നെ. ദെൻ ഓവർ ഹെഡിൻ്റെ കേസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓവർ ഹെഡിൻ്റെ കേസിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? കമ്പനി ഈസ് അബ്സോർബിങ് ഓവർ ഹെഡ് കോസ്റ്റ് ടു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ഓൺ ലേബർ അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേബർ അവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോർഷൻമെൻറ്റ് ഓവർ ഹെഡ് നടത്തേണ്ടത്. ലേബർ അവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഓവർ ഹെഡും അപ്പോർഷൻമെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇത് രണ്ടിൻ്റെയും കേസിൽ കോസ്റ്റ് 27,000 നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തത് പോലെ തന്നെ ഡിവൈഡ് ചെയ്യണം. അതേപോലെ 50,000 നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എമൗണ്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 27,000 ഇൻറ്റു 400 ഡിവൈഡ് ബൈ 1,800 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 6,000 കിട്ടും. ഈ 6,000 തന്നെയായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയത്. എക്സിൻ്റെ കേസിൽ 9,000 ആയിരുന്നു, 4,500 ആയിരുന്നു വൈയുടേത്. സെഡിൻ്റെത് 7,500 തന്നെയായിരുന്നു നേരത്തെ കിട്ടിയത്. ഓക്കെ, അതായത് അത് സെയിം തന്നെയാണ് വരുന്നത്. അവിടെ വരുന്നത് എല്ലാം 6,000, 9,000, 4,500, 7,500. അപ്പോൾ നേരത്തെ നമ്മൾ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കണ്ടിട്ടാണ് കണ്ടത്. ഇവിടെ ട്രഡീഷണൽ മെത്തേഡ് ആകുമ്പോൾ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കാണേണ്ട ആവശ്യമില്ല. 27,000 ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. 27,000 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ, അതായത് 400 എന്ന് പറയുന്നത് ഡബ്ല്യൂയുടെ മാത്രമാണ്. അപ്പോൾ 400 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,800 ആയിരുന്നു. അപ്പോൾ 400 ഡിവൈഡ് ബൈ എന്ത് കാണുന്നു? 400 ഡിവൈഡ് ബൈ 1,800 കാണുന്നു. ഒരു 27,000 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ 1,800 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 6,000 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും അതേപോലെ സെഡിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഇതേപോലെ തന്നെയാണ് ഡയറക്റ്റ് ലേബർ അവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് 50,000 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതായത് 50,000 ഇൻറ്റു ലേബർ അവേഴ്സ് വരുന്നത് എത്രയാണ്? 1,500 ആണ്. 1,500 ഡിവൈഡഡ് ബൈ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയായിരുന്നു? 12,500 ആയിരുന്നു. ഈ 12,500 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ എത്ര കിട്ടും? 6,000 എന്ന് കിട്ടും. ദെൻ അടുത്തത് 20,000 എന്ന് കിട്ടും. അതായത് 20,000 എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 5,000 ആണ് വരുന്നത് രണ്ടാമത്തത്. 5,000 ഡിവൈഡ് ബൈ 12,500. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20,000. ദെൻ അടുത്ത 8,000 എന്ന് കിട്ടും. അടുത്ത 16,000 എന്ന് കിട്ടും. ഇതും നേരത്തെ കൊടുത്ത ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ സെയിം എന്താണ് ആൻസർ തന്നെയാണ് വരുന്നത്. 6, 20, 8, 16 സെയിം ആണ് വരുന്നത്. ഇനി അടുത്തതാണ് മാറ്റം വരുന്നത്. അടുത്ത വരുന്ന ഓവർ ഹെഡാണ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ലേബർ ഹവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 39,200 വരും ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഈ 15,000 അതേപോലെ 9,000, 9,200, 6,000 ഇത്രയും വാല്യൂസ് കൂട്ടിയിട്ടാണ്. ഇതെല്ലാമാണ് എന്ത് വരുന്നത്? ഓവർ ഹെഡ് വരുന്നത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഓവർ ഹെഡ് വരുന്നത്. അതായത് 39,200 എന്ന് ടോട്ടൽ കോസ്റ്റ് വരും. ഇതിനെ നമ്മൾ ലേബർ ഹവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 39,200 ഇൻറ്റു ഓക്കെ ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്? ഇൻറ്റു ലേബർ ഹവേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ലേബർ ഹവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1,500 ആണ്. ഓക്കെ, അപ്പോൾ 1,500 ഡിവൈഡഡ് ബൈ 12,500 ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, 12,500 ആണ് ലേബർ ഹവേഴ്സിൻ്റെ ടോട്ടൽ വരുന്നത്. ലേബർ ഹവേഴ്സിൻ്റെ ടോട്ടൽ 12,500 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,704 എന്ന് കിട്ടും.
ഇതേപോലെ അടുത്തത് കാണുന്നു 39,200 ഇൻറ്റു അടുത്തവിടെ 1,500 എന്നതിൽ അവിടെ എന്തായിട്ട് മാറും, അവിടെ ലേബർ ഹൗസ് എക്സിൻ്റെ കേസിൽ 5,000 ഡിവൈഡ് ബൈ 12,500 ആയിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 15,680 എന്ന് കിട്ടും. ദെൻ അടുത്ത കാണുമ്പോൾ 39,200 ഇൻറ്റു 2,000 ആണ് വരുന്നത്. 2,000 ഡിവൈഡഡ് ബൈ എന്ത് വരും 12,500 ദറ്റ് ഈസ് ഈക്വൽ ടു 6,272 കിട്ടും. ദെൻ അടുത്ത കാണുമ്പോൾ 39,200 ഇൻറ്റു 4,000 ആണ് വരുന്നത്. 4,000 ഡിവൈഡഡ് ബൈ 12,500 കണ്ടു കഴിഞ്ഞാൽ 12,544 എന്ന് കിട്ടും. ഇനി ഡബ്ല്യൂയുടെ കോളം ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ 16,704 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ കോളം 44,680 എന്ന് കിട്ടും. വൈയുടെ കോളം 18,772 എന്ന് കിട്ടും. സെഡിൻ്റെ കോളം 36,044 എന്ന് കിട്ടും. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് പ്രകാരം ഇവിടെ വരുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഇതേ രൂപത്തിലാണ് വരുന്നത് WXYZൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ABC മെത്തേഡ് പ്രകാരം വരുന്ന ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കാറുള്ളതാണ്. നേരത്തെ കുറേ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്